GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. സാർജന്റ്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നീ പോസ്റ്റുകളിലേക്ക് 2026 ജൂലൈ 25 നടന്ന എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? ഒന്ന്, ഇതൊരു പൂർണ്ണമായും വെള്ളക്കാരായ അംഗങ്ങളുള്ള കമ്മീഷനായിരുന്നു. 2, ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 3, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അവലോകനം ചെയ്യാനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും ഇത് ലക്ഷ്യമിട്ടു. സൈമൺ കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഇതൊരു പൂർണ്ണമായും വെള്ളക്കാരായ അംഗങ്ങളുള്ള കമ്മീഷനായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അവലോകനം ചെയ്യുവാനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും ഇത് ലക്ഷ്യമിട്ടു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സാമോറിയൻസ് ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ വരിക KV കൃഷ്ണയ്യർ. ദ സാമോറിയൻസ് ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകം KV കൃഷ്ണയ്യർ. 3, ചരിത്രകാരനായ ഫൈസൽ ദേവ്ജി ആരെയാണ് ദ ഇമ്പോസിബിൾ ഇന്ത്യൻ എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ വരിക MK മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അതാണ് MK ഗാന്ധി. 4, റൂസോയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? 1, റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 2, അദ്ദേഹം ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചു. 3, റൂസോ റൊമാന്റിസിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അദ്ദേഹം ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചു. റൊമാന്റിസിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 5, ആത്മവിദ്യാസംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരിക വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. 6, അലാസ്ക ഉച്ചകോടി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ വരിക ട്രംപ് പുട്ടിൻ. അലാസ്ക ഉച്ചകോടി. 7, താഴെ പറയുന്നവയിൽ ഏതാണ് ഡ്രെയിനേജ് വിൻഡ് അഥവാ ചെരിവിലൂടെ താഴേക്ക് വീശുന്ന കാറ്റിന് ഉദാഹരണം? ആൻസർ വരിക മിസ്ട്രൽ. ഡ്രെയിനേജ് വിൻഡ് അഥവാ ചെരിവിലൂടെ താഴേക്ക് വീശുന്ന കാറ്റിന് ഉദാഹരണമാണ് മിസ്ട്രൽ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ വരിക അന്തർവേദ ആഗ്നേയശില ഗാബ്രോ, അവസാദശില ട്രാവെർട്ടൈൻ, ബഹിർവേദ ആഗ്നേയശില ബസാൾട്ട്, കായാന്തരിത ശില ക്വാർട്സൈറ്റ്. അന്തർവേദ ആഗ്നേയശില ഗാബ്രോ, അവസാദശില ട്രാവെർട്ടൈൻ, ബഹിർവേദ ആഗ്നേയശില ബസാൾട്ട്, കായാന്തരിത ശില ക്വാർട്സൈറ്റ്. 9, താഴെ പറയുന്നവ യോജിപ്പിക്കുക. പട്ടിക 1 പർവ്വതം, പട്ടിക 2 എങ്ങനെയുള്ള പർവ്വതങ്ങളാണ് അതെന്നാണ്. 1, ആരവല്ലി നിര, A ബ്ലോക്ക് പർവ്വതം. 2, ഹിമാലയം, B തുടർച്ചയില്ലാത്ത മലനിര. 3, സത്പുര, C മടക്കു പർവ്വതങ്ങൾ. 4, കിഴക്കൻ ഘട്ടുകൾ, D അവശിഷ്ട പർവ്വതങ്ങൾ. ആൻസർ വരിക 1D, അതായത് ആരവല്ലി നിര അവശിഷ്ട പർവ്വതങ്ങൾ. 2C ഹിമാലയം മടക്കു പർവ്വതങ്ങൾ. 3A സത്പുര ബ്ലോക്ക് പർവ്വതം. 4B കിഴക്കൻ ഘട്ടുകൾ തുടർച്ചയില്ലാത്ത മലനിര. ആരവല്ലി നിര അവശിഷ്ട പർവ്വതങ്ങൾ, ഹിമാലയം മടക്കു പർവ്വതങ്ങൾ, സത്പുര ബ്ലോക്ക് പർവ്വതം, കിഴക്കൻ ഘട്ടുകൾ തുടർച്ചയില്ലാത്ത മലനിര. 10, താഴെ പറയുന്നവയിൽ ഏത് ജോഡിയാണ് ശരിയല്ലാത്തത്? ആൻസർ വരിക നരിമനം എണ്ണപ്പാടം ആന്ധ്രാപ്രദേശ് എന്നുള്ളത് ശരിയല്ല. നരിമനം എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ബാക്കിയെല്ലാം ശരിയാണ്. നഹർകട്ടിയ എണ്ണപ്പാടം ആസാമിലാണ്. ലൂനേജ് എണ്ണപ്പാടം ഗുജറാത്തിലാണ്. ബസീൻ എണ്ണപ്പാടം മഹാരാഷ്ട്രയിലാണ്. 11, താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, ചിന്നാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. 3, ചെങ്കുരുഞ്ചി എന്നത് തനത് സസ്യവർഗത്തെ ശെന്തുരുണി വന്യജീവി സങ്കേതം സംരക്ഷിക്കുന്നു. 4, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ തേക്ക് മരങ്ങളിൽ ഒന്നായ കനിമര വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ പ്രസ്താവന 1, 3 എന്നിവ ശരിയും 2, 4 എന്നിവ തെറ്റുമാണ്. അതായത് ചിന്നാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചെങ്കുരുഞ്ചി എന്ന തനത് സസ്യവർഗത്തെ ശെന്തുരുണി വന്യജീവി സങ്കേതം സംരക്ഷിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളമാണ്, മലബാർ വന്യജീവി സങ്കേതമല്ല. 4-മത്തെ പ്രസ്താവന, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ തേക്കുമരങ്ങളിൽ ഒന്നായ കനിമാര വന്യജീവി സങ്കേതത്തിലാണ് എന്നേ കൊടുത്തിട്ടുള്ളൂ. ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. പറമ്പിക്കുളത്താണ് കന്നിമാര തേക്ക്. 12, 2024 6-മത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ വരെ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി ഘടനയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരി? 1, GST കൗൺസിലിന് ഭരണഘടനാപരമായ സ്ഥാനമുള്ളതിനാൽ അതിന്റെ തീരുമാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധകമാണ്. 2, അന്തർ സംസ്ഥാന വിതരണങ്ങൾക്ക് IGST ചുമത്തുകയും കേന്ദ്ര സർക്കാർ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്നുള്ള വരുമാനം കേന്ദ്രവും ചരക്ക് സേവനം എത്തിച്ചേരുന്ന സംസ്ഥാനവും തമ്മിൽ പങ്കിടുന്നു. 3, GSTയിലേക്കുള്ള മാറ്റം മൂലം സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള വരുമാന നഷ്ടം നികത്തുന്നതിനായി 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ സെസ് ഏർപ്പെടുത്തി.
അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക 2, 3 മാത്രമാണ്. അതായത് അന്തർ സംസ്ഥാന വിതരണങ്ങൾക്ക് IGST ചുമത്തുകയും കേന്ദ്ര സർക്കാർ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്നുള്ള വരുമാനം കേന്ദ്രവും ചരക്ക് അല്ലെങ്കിൽ സേവനം എത്തിച്ചേരുന്ന സംസ്ഥാനവും തമ്മിൽ പങ്കിടുന്നു. GSTയിലേക്കുള്ള മാറ്റം മൂലം സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള വരുമാന നഷ്ടം നികത്തുന്നതിനായി 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ സെസ് ഏർപ്പെടുത്തി. ഇനി ഒന്നാമത്തെ പ്രസ്താവന, GST കൗൺസിലിന് ഭരണഘടനാപരമായ സ്ഥാനമുള്ളതിനാൽ അതിന്റെ തീരുമാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധകമാണ് എന്നുള്ളത് പൂർണ്ണമായും ശരിയല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GST കൗൺസിലിന്റെ തീരുമാനം അനുസരിക്കാൻ നിയമപരമായിട്ട് ബാധ്യതയില്ല. ഇന്ത്യയിലെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? 1. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി NBFCകൾക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ, അതായത് ആവശ്യപ്പെടുമ്പോൾ പിൻവലിക്കാവുന്ന നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. 2. NBFCകൾ പേയ്മെന്റ് സെറ്റിൽമെന്റ് സംവിധാനത്തിന്റെ ഭാഗമല്ല. മാത്രമല്ല അവയ്ക്ക് സ്വന്തം പേരിൽ ചെക്കുകൾ പുറപ്പെടുവിക്കാനും കഴിയില്ല. 3. എല്ലാ NBFCകളിലെയും നിക്ഷേപകർക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ നിക്ഷേപ ഇൻഷുറൻസ് സൗകര്യം ലഭ്യമാണ്. ഇപ്പം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക 1, 2 മാത്രം. അതായത് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി NBFCകൾക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ കഴിയില്ല. NBFCകൾ പേയ്മെന്റ് സെറ്റിൽമെന്റ് സംവിധാനത്തിന്റെ ഭാഗമല്ല. മാത്രമല്ല അവയ്ക്ക് സ്വന്തം പേരിൽ ചെക്കുകൾ പുറപ്പെടുവിക്കാനും കഴിയില്ല. പ്രസ്താവനയും കാരണവും വായിച്ച് ഉത്തരം രേഖപ്പെടുത്താനാണ്. പ്രസ്താവന A, ഇന്ത്യയിലെ പ്രാദേശിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാൻ ഹരിത വിപ്ലവം കാരണമായി. ഇതിന്റെ പ്രയോജനങ്ങൾ പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കാരണം R, ഉറപ്പായ ജലസേചന സൗകര്യങ്ങളും ഉയർന്ന മൂലധന നിക്ഷേപവും ആവശ്യമായിരുന്നു. ഈ പുതിയ സാങ്കേതിക വിദ്യ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും വലിയ ഭൂവുടമസ്ഥതയുമുള്ള പ്രദേശങ്ങളിൽ മാത്രമേ സാമ്പത്തികമായി പ്രായോഗികമായിരുന്നുള്ളൂ. അപ്പം ആൻസർ വരിക A, R എന്നിവ ശരിയാണ്. R എന്നത് എയുടെ ശരിയായ വിശദീകരണവുമാണ്. അതായത് ഇന്ത്യയിലെ പ്രാദേശിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാൻ ഹരിത വിപ്ലവം കാരണമായി. ഇതിന്റെ പ്രയോജനങ്ങൾ പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കാരണം പറയുന്നത് ഉറപ്പായ ജലസേചന സൗകര്യങ്ങളും ഉയർന്ന മൂലധന നിക്ഷേപവും ആവശ്യമായിരുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും വലിയ ഭൂവുടമസ്ഥതയുമുള്ള പ്രദേശങ്ങളിൽ മാത്രമേ സാമ്പത്തികമായി പ്രായോഗികമായിരുന്നുള്ളൂ. ഇന്ത്യൻ കാർഷിക സ്ഥിതിവിവര കണക്കുകളിലെ മൊത്തം വിളഞ്ഞ വിസ്തീർണം എന്ന ആശയം ഡാഷ് ആകെ വിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. ആൻസർ വരിക ഒരു വർഷത്തിൽ എത്ര തവണ വിതച്ചാലും വിളകൾ വിതയ്ക്കുന്ന ആകെ വിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു പരസ്യ മൂല്യനികുതിയുടെ ഉദാഹരണം? A, ഓരോ കിലോഗ്രാം പുകയിലേക്കും 100 രൂപ നിശ്ചിത നികുതി. B, വിൽക്കുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മൂല്യത്തിന്റെ ശതമാനമായി ഈടാക്കുന്ന നികുതി. C, ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന്റെ വില പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക നികുതി. D, ഉൽപ്പന്നത്തിന്റെ ഭാരം അല്ലെങ്കിൽ അളവ് അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന നികുതി. ഒരു പരസ്യ മൂല്യനികുതിക്ക് ഉദാഹരണമാണ് ചോദിച്ചത്. ആൻസർ വരിക വിൽക്കുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മൂല്യത്തിന്റെ ശതമാനമായി ഈടാക്കുന്ന നികുതി. ഇന്ത്യ സർക്കാർ അടുത്തിടെ ലിഥിയത്തെ ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽസ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ വർഗീകരണത്തിനുള്ള പ്രാഥമിക സാമ്പത്തിക യുക്തി എന്താണ്? ആൻസർ വരിക EV ബാറ്ററി, അതായത് ഇലക്ട്രോണിക് വെഹിക്കിൾ ബാറ്ററി നിർമ്മാണത്തിൽ ആഭ്യന്തര ഉപയോഗത്തിനായി അതിന്റെ ലേലവും പര്യവേക്ഷണവും സുഗമമാക്കുന്നതിന്. 19. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഏതാണ്? ആൻസർ വരിക ലോക്സഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ. 20. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ വരിക സംസ്ഥാന ഗവർണർ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ വരിക സംസ്ഥാന ഗവർണർ. 21. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഉൾപ്പെടുന്നു? 1. അന്തർ സംസ്ഥാന വ്യാപാരവും വാണിജ്യവും. 2. മത്സ്യബന്ധനം. 3. നിയമം, വൈദ്യശാസ്ത്രം, മറ്റു തൊഴിലുകൾ. 4. വൈദ്യുതി. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ ഏതാണ് പെടുക എന്നാണ്. ആൻസർ വരിക 3ഉം 4ഉം, അതായത് നിയമം, വൈദ്യശാസ്ത്രം, മറ്റു തൊഴിലുകൾ, വൈദ്യുതി. 22. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? A, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്. B, ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും മൗലികാവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. C, മൗലികാവകാശങ്ങൾ പരിധികളില്ലാത്തവയല്ല. D, സംസ്ഥാന നടപടികൾക്കെതിരായ ഒരു ഉറപ്പാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും മൗലികാവകാശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തെറ്റാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾ ഉണ്ടാവാം. എല്ലാ മൗലികാവകാശങ്ങളും ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ലഭ്യമല്ല. 23. SR ബൊമ്മെ കേസിലെ പ്രധാന വിധി എന്തായിരുന്നു? ആൻസർ വരിക ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രഖ്യാപനത്തിന്റെ സാധുത കോടതിയുടെ പുനഃപരിശോധനയ്ക്ക് വിധേയമായത്.
SR ബൊമ്മെ കേസിലെ പ്രധാന വിധി ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രഖ്യാപനത്തിന്റെ സാധുത കോടതിയുടെ പുനഃപരിശോധനയ്ക്ക് വിധേയമാണ്. 24. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ഏതാണ്? ആൻസർ വരെ 16ാം ധനകാര്യ കമ്മീഷൻ. 25. കേരളത്തിന്റെ കെ ഹോംസ് പദ്ധതിക്കായി തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്ന 4 പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാം? ആൻസർ വരെ കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി. 26. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷന്മാരെ അവരുടെ നിയമന കാലഘട്ടത്തിനനുസരിച്ച്, അതായത് ആദ്യത്തേത് മുതൽ ഏറ്റവും പുതിയത് വരെ ശരിയായ ക്രമത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ക്രമീകരിക്കുന്നത്? 1. M കമലം, 2. സുഗതകുമാരി, 3. D ശ്രീദേവി, 4. MC ജോസഫൈൻ. ആൻസർ വരെ 2, 3, 1, 4. അതായത് ആദ്യം സുഗതകുമാരി, പിന്നീട് D ശ്രീദേവി, M കമലം, ഏറ്റവും അവസാനം MC ജോസഫൈൻ. സുഗതകുമാരി, D ശ്രീദേവി, M കമലം, MC ജോസഫൈൻ. 27. കെ സ്മാർട്ട് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സേവനമോ മൊഡ്യൂളോ അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ വരിക സംസ്ഥാന വൈദ്യുതി ഗ്രിഡിന്റെ കേന്ദ്രീകൃത മാനേജ്മെന്റ്. 28. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ആൻസർ G ശശിധരൻ. പ്രധാന വരുമാന ലൈസൻസിംഗ് പ്രവർത്തനങ്ങൾക്കായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത ഗവേണൻസ് സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ വരെ സഞ്ജയ. പ്രധാന വരുമാന ലൈസൻസിംഗ് പ്രവർത്തനങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ഗവേണൻസ് സോഫ്റ്റ്വെയർ സഞ്ജയ. 30. ഇന്ത്യയിലെ റംസാർ സൈറ്റുകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. കേരളത്തിലെ 3 റംസാർ സൈറ്റുകളും 2002 പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 2. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 94 ഉയർന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സൈറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണ്. 3. മധ്യപ്രദേശിലെ തവ റിസർവോയറും ജാർഖണ്ഡിലെ ഉദ്വ തടാക പക്ഷി സങ്കേതവും ഏറ്റവും ഒടുവിലായി പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങളിൽ പെടുന്നു. 4. കേരളത്തിലെ ശാസ്താംകോട്ട തടാകവും തമിഴ്നാട്ടിലെ ലോങ്വുഡ് ഷോല റിസർവ് വനവും ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവ എന്ന പ്രത്യേകതയുള്ളവയാണ്. അപ്പോൾ ഇതിൽ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി 1, 2, 3 മാത്രമാണ്. അതായത് കേരളത്തിലെ 3 റംസാർ സൈറ്റുകളും 2002 പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ടയാണ്. പിന്നെ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ഇപ്പോൾ 94 അല്ല 100 ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. പിന്നെ മൂന്നാമത്തെ പ്രസ്താവന മധ്യപ്രദേശിലെ തവ റിസർവോയറും ജാർഖണ്ഡിലെ ഉദ്വ തടാക പക്ഷി സങ്കേതവും ഏറ്റവും ഒടുവിലായി പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു എന്നതാണ്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾ ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ സുർഹാത്താൽ ഉത്തർപ്രദേശിലെ, അതേപോലെ ഷേഖാജിൽ ബേർഡ് സാങ്ച്വറി അതും ഉത്തർപ്രദേശിലാണ്. പിന്നെ പട്ന ബേർഡ് സാങ്ച്വറി, അതേപോലെ ചാരിദണ്ഡ് വെറ്റ്ലാൻഡ് ഗുജറാത്തിലെ, പട്ന ബേർഡ് സാങ്ച്വറി ഉത്തർപ്രദേശിലെ. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെടാം. 31. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ് NIDM പ്രധാനമായും പ്രവർത്തിക്കുന്നത്. 2. ഇന്ത്യയിലുടനീളം ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പരിശീലനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഉന്നത സ്ഥാപനം. 3. വലിയ തോതിലുള്ള ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രതിരോധ സംസ്കാരം എന്നതിലുപരി ഒരു പ്രതിപ്രവർത്തന പ്രതികരണ കേന്ദ്രീകൃത തന്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതാണ് NIDMന്റെ ദർശനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 4. ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ ദുരന്ത സാധ്യത കുറയ്ക്കൽ സംയോജിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി, അതായത് UGC, AICTE പോലുള്ളവ സഹകരിക്കാൻ NIDMന് ബാധ്യതയുണ്ട്. അപ്പം അതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക 2ഉം 4ഉം ആണ്. അതായത് ഇന്ത്യയിലുടനീളം ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പരിശീലനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഉന്നത സ്ഥാപനം, ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ ദുരന്ത സാധ്യത കുറയ്ക്കൽ സംയോജിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിക്കാൻ NIDMന് ബാധ്യതയുണ്ട്. ഇനി ഒന്നാമത്തെ പ്രസ്താവന ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് NIDM പ്രവർത്തിക്കുന്നത്. ഇനി 32ാമത്തെ ചോദ്യം, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമത്തിന്റെ സവിശേഷതകൾ ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ആൻസർ വരിക മുതിർന്ന പൗരന്റെ സ്വത്തിൽ നിന്ന് കുട്ടികളെയോ ബന്ധുക്കളെയോ കുടിയിറക്കാൻ ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ കഴിയും. അതാണ് ശരിയായ പ്രസ്താവന. ഇനി മറ്റ് പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന പ്രാരംഭ മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ തലവൻ ജില്ലാ കളക്ടർ അല്ല, റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്. അതേപോലെ ട്രിബ്യൂണലിന്റെ പരമാവധി പ്രതിമാസ മെയിൻ്റനൻസ് ഉത്തരവ് പരിധി ഇല്ലാത്തതാണ് എന്നാണ് കൊടുത്തത്. പക്ഷെ പരിധിയുള്ളതാണ്, പരമാവധി 10,000 രൂപ. പിന്നെ മൂന്നാമത്തെ പ്രസ്താവന കോടതിയിൽ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും പ്രതിനിധീകരിക്കാൻ മാത്രമേ മെയിൻ്റനൻസ് ഓഫീസറെ നിയമിക്കൂ എന്നുള്ളത് തെറ്റാണ്. പ്രതിനിധീകരിക്കാൻ മാത്രമല്ല, പരാതി നൽകാനും സംരക്ഷണത്തിനും മേൽനോട്ടത്തിനും ഒക്കെ
മെയിൻ്റനൻസ് ഓഫീസർമാരെ നിയമിക്കും. 33 1960 ഭേദഗതികൾക്ക് ശേഷം കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഒരു പ്രധാന ഫലം ഇനി പറയുന്നവയിൽ ഏതാണ്? ആൻസർ വരിക കുടിയാൻ നിർത്തലാക്കുകയും കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഉടമസ്ഥാവകാശം കൈമാറുകയും ചെയ്തു. 34 പ്രസ്താവന എ ഒരു സിവിൽ കോടതിയെ പോലെ സാക്ഷികളെ വിളിച്ചു വരുത്താനും രേഖകൾ പരിശോധിക്കാനും ഹാജരാകൽ നിർബന്ധമാക്കാനും കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. കാരണം ആർ വിവരാവകാശ നിയമം 2005 സെക്ഷൻ 18 പ്രകാരം പരാതികൾ അന്വേഷിക്കുമ്പോൾ സിവിൽ കോടതിക്കുള്ള അതേ അധികാരങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും നൽകിയിട്ടുണ്ട്. ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരിക എ, ആർ എന്നിവ ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. അതായത് ഒരു സിവിൽ കോടതിയെ പോലെ സാക്ഷികളെ വിളിച്ചു വരുത്താനും രേഖകൾ പരിശോധിക്കാനും ഹാജരാകൽ നിർബന്ധമാക്കാനും കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. കാരണം വിവരാവകാശ നിയമം 2005 സെക്ഷൻ 18 പ്രകാരം പരാതികൾ അന്വേഷിക്കുമ്പോൾ സിവിൽ കോടതിക്കുള്ള അതേ അധികാരങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും നൽകിയിട്ടുണ്ട്. 35 പ്രസ്താവന എ തൊഴിൽ നൽകുക, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിവയായിരുന്നു JRYയുടെ ലക്ഷ്യം. കാരണം തൊഴിൽ, ഗ്രാമീണ ആസ്തി വികസനം എന്നിവ JRY ലക്ഷ്യമിട്ടിരുന്നതായി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് റിപ്പോർട്ട് ചെയ്തു. JRY ജവഹർ റോസ്ഗർ യോജന. ഇനി ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. ആൻസർ വരിക എ, ആർ എന്നിവ ശരിയാണ്. ആർ എന്നത് എ ശരിയായി വിശദീകരിക്കുന്നു. അതായത് തൊഴിൽ നൽകുക, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിവയായിരുന്നു JRYയുടെ ലക്ഷ്യം. കാരണം തൊഴിൽ, ഗ്രാമീണ ആസ്തി വികസനം എന്നിവ JRY ലക്ഷ്യമിട്ടിരുന്നതായി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് റിപ്പോർട്ട് ചെയ്തു. 36 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ വരിക ഒരു പ്രത്യേക വികേന്ദ്രീകരണ സെൽ വഴി വികേന്ദ്രീകൃത ആസൂത്രണം ഏകോപിപ്പിക്കുക എന്നത് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് എ കേരളത്തിലെ ധനകാര്യമന്ത്രിയാണ് ബോർഡിന്റെ അധ്യക്ഷൻ എന്നുള്ള തെറ്റാണ്. മുഖ്യമന്ത്രിയാണ് ബോർഡിന്റെ അധ്യക്ഷൻ. സ്റ്റേറ്റ്മെന്റ് സി സംസ്ഥാനത്തിന്റെ വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുന്നതിൽ ബോർഡിന് യാതൊരു പങ്കുമില്ല എന്നുള്ളത് തെറ്റാണ്. ഓരോ വർഷവും വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുന്നുണ്ട്. ഇനി ഡി സംസ്ഥാന സർക്കാരിന്റെ കാലാവധി പരിഗണിക്കാതെ ബോർഡിന്റെ കാലാവധി 10 വർഷമായി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. സംസ്ഥാന സർക്കാരിന്റെ അതേ കാലാവധിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെയും കാലാവധി. ഇനി 37 ന്യൂറോണുകളിലെ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഡീപോളറൈസേഷൻ ഘട്ടത്തിന് ഏറ്റവും നിർണായകമായ അയോൺ ഏതാണ്? ആൻസർ വരിക സോഡിയം. 38 വിശ്രമാവസ്ഥയിലുള്ള ഒരു ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിയുടെ ടൈഡൽ വോളിയത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? ആൻസർ വരെ 400 മുതൽ 600 മില്ലി. 39 ട്രപ്പോണിമ പല്ലിടം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്നത്. ആൻസർ വരെ സിഫിലിസ്. 40 കേരള സർക്കാർ ആരംഭിച്ച ആർദ്ര മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ വരെ പൊതുജനാരോഗ്യ സൗകര്യങ്ങളെ ജനസൗഹൃദ സ്ഥാപനങ്ങളാക്കി മാറ്റുക. 41 ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ വരെ 2 ഇൻസുലിൻ പ്രതിരോധം രോഗത്തിന്റെ ഒരു പൊതു സവിശേഷതയാണ്. ദീർഘകാല നിയന്ത്രിക്കാനാകാത്ത പ്രമേഹം അന്ധതയിലേക്ക് നയിച്ചേക്കാം. പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കും. 2 ഇനി പറയുന്ന വിറ്റാമിനുകളിൽ ഏതിന്റെ കുറവാണ് രാത്രി അന്ധതയ്ക്ക് കാരണമാകാൻ ഏറ്റവും സാധ്യത? ആൻസർ റെറ്റിനോൾ. 43 2024 ജൂണിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന യോഗങ്ങൾ ഏത് നഗരത്തിലാണ് നടന്നത്? ആൻസർ വരെ ബോൺ, ജർമ്മനി. 44 വിക്ടർ ആബ്രോസിനെയും ഗാരി റൂക്കുനിനെയും 2024 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നോബൽ സമ്മാനത്തിന് അർഹരാക്കിയ കണ്ടെത്തൽ ഏതാണ്? ആൻസർ വരിക പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ RNAയുടെ പങ്ക്. വിക്ടർ ആബ്രോസ്, ഗാരി റൂക്കിൻ അവർക്കാണ് 2024 മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി നോബൽ കിട്ടിയത്. അതിന് അർഹമായ കണ്ടെത്തൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ RNAയുടെ പങ്ക്. ഒരു പ്രകാശവർഷത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? എ ശൂന്യതയിലൂടെ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണിത്. ബി ഒരു ജൂലിയൻ വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. സി ഇത് ഏകദേശം 9.46 ട്രില്യൺ കിലോമീറ്ററിന് തുല്യമാണ്. ഡി ഇത് ഏകദേശം 5.88 ട്രില്യൺ മൈലിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് കൊടുത്തത് ശൂന്യതയിലൂടെ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണിത് എന്നാണ്. പക്ഷേ അത് ശരിയായ പ്രസ്താവനയാണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെടാം. 46 ഭൂമിയിൽ ഒരാളുടെ ഭാരം 60 ന്യൂട്ടൺ ആണെങ്കിൽ ചന്ദ്രനിൽ അവരുടെ ഏകദേശ ഭാരം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 ഭാഗമാണ്. അപ്പോൾ ചന്ദ്രനിലെ ഭാരം എന്ന് പറയുന്നത് 60 × 1/6. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 10 ന്യൂട്ടൺ കിട്ടും. 47 ക്രമരഹിതമായ ആകൃതിയുള്ള ഒരു ഖരലോഹ വസ്തുവിന്റെ ഭാരം വായുവിൽ 1.5 ന്യൂട്ടണും വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരം 1 ന്യൂട്ടണും ആണ് എങ്കിൽ ആ ലോഹത്തിന്റെ സാന്ദ്രത എന്താണ്?
സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ വായുവിലെ ഭാരം ബൈ വ്യാപ്തമാണ്. വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ഭാരവ്യത്യാസം ബൈ വെള്ളത്തിന്റെ സാന്ദ്രതയാണ്. ഭാരവ്യത്യാസം എന്ന് പറയുന്നത് വായുവിലെ ഭാരത്തിൽ നിന്നും വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരം കുറയ്ക്കുന്നതാണ്. അതായത് 1.5 ന്യൂട്ടണിൽ നിന്നും 1 ന്യൂട്ടൺ കുറയ്ക്കുന്നതാണ് ഭാരവ്യത്യാസം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.5 ന്യൂട്ടൺ കിട്ടും. ഇനി വെള്ളത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ്. ഇത് വെച്ചിട്ട് വ്യാപ്തം കണ്ടുപിടിക്കും. അതായത് 0.5/1000 അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.005 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് കിട്ടും. ഇനി ഈ കിട്ടിയ സാധനം സാന്ദ്രതയിലെ ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ സാന്ദ്രത എന്ന് പറയുന്നത് വായുവിലെ ഭാരം ബൈ വ്യാപ്തമാണ്. അതായത് 1.5/0.005 അതെന്ന് പറയുന്നത് 3000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആൻസർ വരെ 3000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ബഹിരാകാശ യാത്രയ്ക്ക് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്താണ്? ആൻസർ വ്യോമമിത്ര. 49 ഒരു വാതകത്തിന്റെ മർദ്ദം P, വ്യാപ്തം V, താപനില T എന്നിവയെ സൂചിപ്പിക്കുകയാണെങ്കിൽ ബോയിൽ നിയമത്തിന്റെ ശരിയായ പ്രാതിനിധ്യം ഏതാണ്? ആൻസർ വരിക P പ്രൊപ്പോർഷണൽ 1/V. സ്ഥിരമായ താപനിലയിൽ, അതായത് സ്ഥിരമായ താപനിലയിൽ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ആധുനിക ആവർത്തന പട്ടികയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരിക ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും പ്രതിനിധി മൂലകങ്ങളുടെ അറ്റോമിക് ആരം കുറയുന്നു. 51 0.0001 മോൾ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുടെ pH മൂല്യം എത്രയാണ്? ആൻസർ വരിക 10. അപ്പോൾ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്, ശക്തമായ ബേസ് ആണ്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് ഹൈഡ്രോക്സൈഡിന്റെ സാന്ദ്രത കാണാം. OH മൈനസിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ 0.001 മോൾ ആണ്. അത് എന്ന് പറയുന്നത് 10⁻⁻⁴ മോൾ ആണ്. ഇനി പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രോക്സൈഡ് POH എന്ന് പറയുന്നത് ലോഗരിതം ഓഫ് ഹൈഡ്രോക്സൈഡ് ആണ്. അതായത് ലോഗരിതം ഓഫ് 10⁻⁻⁴ എന്ന് പറയുന്നത് 4 ആണ്. ഇനി pH മൂല്യം കാണാൻ വേണ്ടി PHഉം POHഉം അതായത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അയോണും പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോണും തമ്മിൽ കൂട്ടിയാൽ 14 കിട്ടും. അങ്ങനെയാണെങ്കിൽ pH എന്ന് പറയുന്നത് 14 മൈനസ് POH ആണ്. അതായത് 14 മൈനസ് 4 അതെന്ന് പറയുന്നത് 10. അങ്ങനെയാണ് ആൻസർ 10 ലഭിക്കുന്നത്. 2025 ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ആൻസർ വരിക അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഇനി 2026 ഐക്യരാഷ്ട്രസഭ ഏതെല്ലാം വർഷങ്ങളായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നോക്കാം. ഒന്ന് മേച്ചിൽപ്പുറങ്ങൾക്കും നാടോടികൾക്കുമുള്ള അന്താരാഷ്ട്ര വർഷം, വനിതാ കർഷക അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം. 2026 മേച്ചിൽപ്പുറങ്ങൾക്കും നാടോടികൾക്കുമുള്ള അന്താരാഷ്ട്ര വർഷം, വനിതാ കർഷക അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം. ഏതെല്ലാം പത്രങ്ങളിലാണ് കേസരി ബാലകൃഷ്ണപിള്ള ചീഫ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? 1 മിതവാദി സമദർശി, 2 സമദർശി പ്രബോധകൻ, 3 സമദർശി വിവേകോദയം. ആൻസർ വരെ സമദർശി പ്രബോധകൻ. 54 കുമാരനാശാന്റെ വീണഭൂവ് എന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? ആൻസർ മിതവാദി. 55 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരെ അവാർഡ് ലഭിച്ചതിന്റെ കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ വരെ കോവിലൻ, M ലീലാവതി, MK സാനു. 56 ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1 തിരുവിതാംകൂറും കൊച്ചിയും 1949 ജൂലൈ 1 ലയിച്ചു. 2 ഓൾ മലബാർ ഫാമേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. 3 ബക്ക് കമ്മിറ്റിയെ നിയമിച്ചു. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 3ഉം. അതായത് തിരുവിതാംകൂറും കൊച്ചിയും 1949 ജൂലൈ 1 ലയിച്ചു, ബക്ക് കമ്മിറ്റിയെ നിയമിച്ചു. 57 താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകൾ കണ്ടെത്തുക. 1 പാത്തുമ്മയുടെ ആട്, പ്രേമപാത, യാ ഇലാഹി. 2 കഥാബീജം, ബാല്യകാല സഖി, സർപ്പയജ്ഞം. 3 കഥാബീജം, എടിയെ, നീലവെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 2ഉം. അതായത് പാത്തുമ്മയുടെ ആട്, പ്രേമപാത, യാ ഇലാഹി, കഥാബീജം, ബാല്യകാല സഖി, സർപ്പയജ്ഞം. 58 ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നതിനുള്ള ശരിയായ മാനദണ്ഡം തിരിച്ചറിയുക. 1 ഭാഷയ്ക്ക് മികച്ചതും പുരാതനമായ ഒരു സാഹിത്യ പാരമ്പര്യം ഉണ്ടായിരിക്കണം. 2 ഇത് വിദ്യാഭ്യാസത്തിലും ഭരണത്തിലും സാഹിത്യത്തിലും ചരിത്രപരമായി ഉപയോഗിച്ചിരിക്കണം. 3 ഇത് 1500-2000 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കണം. ശരിയായ മാനദണ്ഡങ്ങളാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 3ഉം. അതായത് ഭാഷയ്ക്ക് മികച്ചതും പുരാതനവുമായ ഒരു സാഹിത്യ പാരമ്പര്യം ഉണ്ടായിരിക്കണം. ഇത് 1500-2000 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കണം. 59 ഗ്രന്ഥശാല സംഘത്തിന്റെ ഔദ്യോഗിക മാസിക ഏതാണ്? ആൻസർ വരെ ഗ്രന്ഥലോകം. 60 താഴെ പറയുന്നവയിൽ ഏതാണ് പ്രാഥമിക മെമ്മറി ഡിവൈസിന് ഉദാഹരണം? തന്നിരിക്കുന്നവയിൽ ആൻസർ വരെ റാം ആണ്. പ്രാഥമിക മെമ്മറി ഡിവൈസ് റാം. 61 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനും ഡാറ്റ ട്രാൻസ്മിഷനുമുള്ള ഏറ്റവും മികച്ച പാത നിർണ്ണയിക്കുന്നതിനും ഏത് നെറ്റ്വർക്ക് ഡിവൈസ് ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആൻസർ വരെ റൂട്ടർ. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനും ഡാറ്റ ട്രാൻസ്മിഷനുമുള്ള
ഏറ്റവും മികച്ച പാത നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ആണ് റൂട്ടർ. 62 കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആയി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 63 ചാറ്റ് GPT മറ്റ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ LLM പോലുള്ള ജനറേറ്റീവ് AI ടൂളുകൾ പ്രധാനമായും ഏത് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ആൻസർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്. 64 ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ DPDP നിയമം 2023 പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ആൻസർ വ്യക്തിഗത ഡിജിറ്റൽ ഡാറ്റയും സ്വകാര്യ അവകാശങ്ങളും സംരക്ഷിക്കുക. ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം 2023 ലക്ഷ്യമിടുന്നത് വ്യക്തിഗത ഡിജിറ്റൽ ഡാറ്റയും സ്വകാര്യ അവകാശങ്ങളും സംരക്ഷിക്കുക. 65 സെക്ഷൻ 2J വിവരാവകാശം എന്നാൽ 2005 വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരാവകാശം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഏതെങ്കിലും പൊതു അധികാരിയുടെ കൈവശമോ നിയന്ത്രണത്തിലോ ആണ്. വിവരാവകാശത്തിന് കീഴിലുള്ള വ്യത്യസ്ത അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് ജോലി, ഡോക്യുമെന്റുകൾ, റെക്കോർഡുകൾ എന്നിവ പരിശോധിക്കാനുള്ള അവകാശം, രേഖകൾ അല്ലെങ്കിൽ രേഖകളുടെ കുറിപ്പുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാനുള്ള അവകാശം, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാനുള്ള അവകാശം, ഡിസ്കുകൾ, ഫ്ലോപ്പികൾ, ടേപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡിലോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിലോ മറ്റേതെങ്കിലും ഉപകരണത്തിലോ സൂക്ഷിച്ചിരിക്കുന്ന പ്രിന്റൌട്ടുകൾ വഴിയോ വിവരങ്ങൾ നേടാനുള്ള അവകാശം. 66 ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ഉപഭോക്തൃകാര്യ വകുപ്പ് 2021 ഡിസംബർ 30 പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധിയുടെ പരിധി എന്താണ്? ആൻസർ വരെ പ്രതിഫലമായി നൽകിയ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം 50 ലക്ഷം രൂപയിൽ കൂടരുത്. 67 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354 പ്രകാരം സ്ത്രീയുടെ മാന്യതയെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ എന്ത് ശിക്ഷയാണ് നൽകുന്നത്? ആൻസർ വരെ 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ നീളാവുന്നതുമായ ഏതെങ്കിലും തരത്തിലുള്ള തടവും ഒപ്പം പിഴയും. 68 പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച നടപടികൾ കോടതിയുടെ പരിഗണനയിൽ വരുന്ന തീയതി മുതൽ കേസുകൾ തീർപ്പാക്കുന്നതിന് പ്രത്യേക കോടതിക്ക് അനുവദിച്ചിട്ടുള്ള സമയപരിധി എത്രയാണ്? ആൻസർ കുറ്റകൃത്യം കോടതിയുടെ പരിഗണനയിൽ വരുന്ന തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ. 69 തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കു നേരെയുള്ള ലൈംഗികാതിക്രമം തടയൽ നിരോധന പരിഹാര നിയമം 2013 പാസാക്കുന്നതിന് വഴിയൊരുക്കിയത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഏത് സുപ്രധാന വിധിയിലെ മാർഗനിർദ്ദേശങ്ങളാണ്? ആൻസർ വരിക വിശാഖ വേഴ്സസ് രാജസ്ഥാൻ സംസ്ഥാനം. 70 ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, നിലവിലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഭരണഘടനയുടെ ആമുഖം. അപ്പോൾ ഭരണഘടനയുടെ ആമുഖം എന്ന ഭാഗത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. ഭാരതത്തിന്റെ ഭരണഘടന ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതിൽ 1976 ഭരണഘടനാ ഭേദഗതി, അതായത് 42ാം ഭേദഗതി 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത്. ഇപ്പോൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത വാക്കുകളാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത്, അതായത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തതാണ് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ചേർത്തത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതുപ്രകാരം തന്നെയാണ് രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് ചേർത്തത്. അപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവ. ഇനി ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന.
രാഷ്ട്രത്തിന്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഒന്ന്, പരമാധികാരം. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരമാണ് പരമാധികാരം. മറ്റൊന്ന്, സ്ഥിതി സമത്വം. എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുന്നു. മറ്റൊന്ന്, മതേതരത്വമാണ്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല. ഇനി ജനാധിപത്യം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാവുന്നു. മറ്റൊരു അടിസ്ഥാന ലക്ഷ്യമാണ് റിപ്പബ്ലിക്. തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. രാഷ്ട്രം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുവാനും ആമുഖം ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ, സവിശേഷതകൾ. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, ജനങ്ങളാണ് രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്ന് പറയുന്നത് ഏത് ലക്ഷ്യത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മതേതരത്വം. ജനങ്ങൾ പരമാധികാരികൾ എന്ന് പറയുന്നത് ഉൾപ്പെട്ടിരിക്കുന്ന ലക്ഷ്യം ജനാധിപത്യം. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവൻ റിപ്പബ്ലിക്. ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരം പരമാധികാരം. അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു. സ്ഥിതി സമത്വം. മനുഷ്യ സമൂഹത്തിന്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം. ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭരണഘടനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും. ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയായി വിലയിരുത്താം. അപ്പോൾ ഇതോടുകൂടി ഈ പാഠഭാഗം കഴിഞ്ഞു.